പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ യുവതിയുടെ മരണം കൊലപാതകമെന്ന സംശയം. ഭർത്താവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വ്യാഴാഴ്ച അർദ്ധരാത്രി ശ്രീകൃഷ്ണപുരം സ്വദേശി 26-കാരിയായ വൈഷ്ണവിയെ അബോധാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നാലെ മരണപ്പെട്ടു. ശ്വാസം മുട്ടിയാണ് വൈഷ്ണവി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് എത്തിച്ചത്. നിലവിൽ ഭർത്താവ് ദീക്ഷിതിനെ പോലീസ് ചോദ്യം ചെയ്യും. പ്രജിത്ത് കോങ്ങാട് ചേരുന്നു. പ്രജിത്ത്, എന്താണ് ഈ സംഭവം? ഇത് പോലീസ് കൊലപാതകമെന്ന നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്? പ്രജിത്ത്, വ്യാഴാഴ്ച രാത്രി 12:30 വൈഷ്ണവിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിതാവിനെ ദേഷ്യത്ത് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ചെർപ്പളശ്ശേരി മാങ്ങോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എത്തിച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ വൈഷ്ണവി മരിക്കുകയായിരുന്നു. മരിച്ചതും ഹോസ്പിറ്റലിൽ അധികൃതർ പോലീസിൽ അറിയിക്കുകയും അവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. ജില്ലാ ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അസ്വാഭാവിക മരണമെന്ന് ആദ്യം തന്നെ ശ്രീകൃഷ്ണപുരം പോലീസിന് തോന്നിയിരുന്നു. തുടർന്ന് ദീക്ഷത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്ത ശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്യപുരുഷനുമായ ഒരു ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ പേരിലാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് അനൗദ്യോഗികമായി നമ്മളോട് പറയുന്നത്. ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ്. അപ്പോൾ കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്തിയിരിക്കുന്നു. ഭർത്താവ് ദീക്ഷിത് പോലീസ് കസ്റ്റഡിയിൽ എന്നതാണ് പുതിയ വാർത്ത. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയത്. ശ്രീകൃഷ്ണപുരത്തെ വൈഷ്ണവിയുടെ മരണം സംബന്ധിച്ചാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമാണ് പോലീസിന്റെ നീക്കം. ഭർത്താവ് ദീക്ഷിത് പോലീസിന്റെ കസ്റ്റഡിയിൽ.